കേരളത്തിൽ പൊതുവെ മക്കൾക്ക് വേണ്ടി കുറേ പണവും സ്വത്തുമൊക്കെ സമ്പാദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. മനുഷ്യന് ജീവിക്കാൻ പണം വേണം, എന്നാൽ സമ്പത്ത് അമിതമായാലോ? പല വീടുകളിലും സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിനും പ്രശ്നങ്ങൾക്കും കാരണം സ്വത്താണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനിയനെ വെട്ടിക്കൊന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വലിയ പറമ്പ് സ്വദേശി പ്രസാദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മൂത്ത സഹോദരൻ പ്രമോദിനെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി മദ്യപാനത്തിനുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ദീർഘകാലമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കവും ഇതേ ചൊല്ലിയുള്ള കലഹങ്ങളുമാണ് ഒടുവിൽ ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചത്. താന്നിരിക്കാൻ പോയിൽ സ്വദേശിയായ പ്രസാദ് എന്ന 50-കാരനാണ് സ്വന്തം ജ്യേഷ്ഠന്റെ കൈകളാൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മൂത്ത സഹോദരൻ പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രി 10:30 ക്രൂരമായ കൊലപാതകം നടന്നത്. ഒരേ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇരുവരും തമ്മിൽ സ്വത്ത് തർക്കം സംബന്ധിച്ച് ദീർഘകാലമായി കടുത്ത തർക്കങ്ങൾ നിലനിന്നിരുന്നു. തർക്കത്തിൽ ഇവർ കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവുകൾ നിലനിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിലും തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരുന്നില്ല. ശനിയാഴ്ച രാത്രി ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ വീണ്ടും സ്വത്ത് തർക്കം ഉടലെടുക്കുകയായിരുന്നു. മദ്യലഹരിയിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിലേക്ക് മാറുകയും തുടർന്ന് പ്രമോദ് കയ്യിലുണ്ടായിരുന്ന ആയുധമെടുത്ത് അനിയനായ പ്രസാദിനെ വെട്ടിക്കൊല്ലുകയുമായിരുന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ട ഇരുവരും അവിവാഹിതരാണ്. കൂലിപ്പണിക്കാരനായിരുന്നു കൊല്ലപ്പെട്ട പ്രസാദ്. പ്രതിയായ പ്രമോദ് മരപ്പണിക്കാരനാണ്. ഇവരുടെ ഏക സഹോദരി കരുവൻപൊയിലും മറ്റൊരു സഹോദരൻ നരിക്കുനിയിലുമാണ് താമസിക്കുന്നത്. കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി. പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.